സിപിഐ 25ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഭൂപീന്ദർ സാംബർ പാർട്ടി പതാക ഉയർത്തും. രക്തസാക്ഷി ഭഗത് സിംഗിന്റെ അനന്തരവൻ പ്രൊഫസർ ജഗൻ മോഹൻ സിംഗ് ദേശീയ പതാക ഉയർത്തും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ സ്വയം വിമർശനം അല്ലെങ്കിൽ ആത്മവിമർശനം അതിൽ ഊന്നിയാണ് എല്ലാ ചർച്ചകളും നടക്കുന്നത്. ഇന്നിപ്പോൾ ഈ പരിപാടിയുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. ഈ CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിലെ ഔപചാരികമായ പരിപാടികൾ, അത് ചർച്ചകൾ, റിപ്പോർട്ട് അവതരണം അടക്കമുള്ള നടപടികൾ ഇന്നാണ് ആരംഭിക്കുന്നത്. ഇന്നലെ പൊതുസമ്മേളനം പൂർത്തിയായിരുന്നു. ഇന്ന് രാവിലെ ആദ്യ പരിപാടി എന്നുള്ളത് ഉദ്ഘാടന സമ്മേളനമാണ്. അതിൽ വിവിധ ഇടത് പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPIML ജനറൽ സെക്രട്ടറി ദിബാങ്കർ ഭട്ടാചാര്യ, കൂടാതെ ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ദേവരാജൻ അടക്കമുള്ളവർ ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും മറ്റ് റിപ്പോർട്ട് അവതരണങ്ങൾ, സംഘടനാ റിപ്പോർട്ട്, രാഷ്ട്രീയ പ്രമേയം, കൂടാതെ രാഷ്ട്രീയ അവലോകന രേഖ തുടങ്ങിയ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ പൂർത്തിയായിട്ടുണ്ട്. ആദ്യ പരിപാടി എന്നുള്ളത് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പതാക ഉയർത്തൽ അടക്കമുള്ള നടപടികളാണ്. മുൻ സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ ഭൂപീന്ദർ സാംബറായിരിക്കും പാർട്ടി പതാക ഉയർത്തുക. രക്തസാക്ഷി ഭഗത് സിംഗിന്റെ അനന്തരവൻ പ്രൊഫസർ ജഗ്മോഹൻ സിംഗ് ദേശീയ പതാക ഉയർത്തും. അതിനായുള്ള കൊടിമരങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും ഈ ചർച്ചകൾ നടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആത്മവിമർശനപരമായ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.